പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. നമുക്ക് കോതമംഗലത്തേക്കൊന്ന് പോകണം. കോതമംഗലത്ത് MA കോളേജിലെ വിദ്യാർത്ഥി മിച്ചു മർപ്പു ആത്മഹത്യ ചെയ്തത് നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇയർ ഔട്ട് ആവുമെന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ഈ വിദ്യാർത്ഥി മിച്ചി മർപ്പുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ ഉൾപ്പെടെയുള്ള അക്കാദമിക് വിഷയങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ഇയർ ബാക്ക് ആയതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. കോളേജിന് സമീപത്തെ വാടക വീട്ടിലാണ് മിച്ചിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർജുൻ മട്ടന്നൂർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഈ മിച്ചിയുടെ കാര്യത്തിൽ ഏറെ സങ്കടമുണ്ട്. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ വിദ്യാർത്ഥികളെല്ലാം, സഹപാഠികളെല്ലാവരും ക്ലാസ്സിന് പോകുന്നു, താൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു, ക്ലാസ്സിൽ കയറണ്ട എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഇത് വല്ലാതെ മനസ്സിനെ ഉലച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം കോതമംഗലത്ത് MA കോളേജിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുക? തിരിച്ച് മൃതദേഹം കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതോ നാട്ടിലേക്കാണോ? ഡോക്ടർ അരുൺകുമാർ, മിച്ചി മർപ്പുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 9:30 കൂടിയാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മിച്ചി മർപ്പുവിൻ്റെ അരുണാചൽ പ്രദേശിൽ നിന്ന് ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പിതാവും മറ്റ് ചില ബന്ധുക്കളുമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഇപ്പോൾ കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിക്ക് സമീപമെത്തി വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും മിച്ചി മർപ്പുവിൻ്റെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇയർ ബാക്ക് ആകും എന്ന ആശങ്ക. അതോടൊപ്പം തന്നെ ഈ ക്രെഡിറ്റ് സ്കോർ കുറക്കാത്തതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മിച്ചി മർപ്പൂർ ഉണ്ടായിരുന്നു എന്നാണ് സഹപാഠികൾ പറയുന്നത്. വലിയ പ്രതിഷേധം ഇന്നലെ ക്യാമ്പയിന് ശേഷം ഇന്നലെ ഗവൺമെൻറ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുകയും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഉയർന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഉയർന്ന ഫീസ് കുറക്കാം, അതോടൊപ്പം തന്നെ ഈ ക്രെഡിറ്റ് സ്കോർ കുറക്കുന്ന കാര്യം അക്കാദമിക് കൗൺസിൽ ചേർന്ന് തീരുമാനിക്കാം തുടങ്ങിയ ഉറപ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഈ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മിച്ചി മർപ്പുവിൻ്റെ ബന്ധുക്കൾ അരുണാചൽ പ്രദേശിൽ നിന്നും എത്തിയത്. പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ബന്ധുക്കളുടെ മൊഴിയടക്കം ശേഖരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെയാണ് അധ്യാപകരും മറ്റും പറയുന്നത്. അതിന് പകരം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് തന്നെ ഒരു ചെറിയ തോതിൽ ഒരു പൊതുദർശനം ചടങ്ങ് നടത്താനാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഇറ്റാനഗറിലേക്കും വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിട്ട് മാറി. മറ്റൊരു ദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുകയാണ് ആ കുട്ടി. അതിനിടയിലാണ് ആ കുട്ടിക്ക് മാർക്ക് കുറയുന്നതും ഇയർ ബാക്ക് ആയിപ്പോയി അങ്ങനെ ഒറ്റയ്ക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. കൂടെ പഠിക്കുന്നവരെല്ലാവരും ക്ലാസ്സിന് പോകുന്ന അവസ്ഥ. ഒറ്റയ്ക്ക് ക്ലാസ് മുറിയിൽ നിന്ന് വാടക വീട്ടിൽ വന്നിരുന്നു. ഒടുവിൽ അതൊരു ഡിപ്രഷനായിട്ട് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്.